ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനുശേഷം അന്ന് നടന്ന ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോയി. ഗുരുവായൂരപ്പനെ നന്ദനം പോലെ നേരിട്ട് കണ്ട സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ആ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? ഞാൻ പിന്നെ ഗുരുവായൂർ ഒരു പ്രാവശ്യം അമ്പലത്തിൽ ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ പോയ സമയത്ത് അന്ന് അവിടെ അതിനോടനുബന്ധിച്ച് നടന്ന കുറച്ച് കാര്യങ്ങളുകൊണ്ട് ഞാൻ ഭയങ്കര ഇമോഷണലി ഭയങ്കര തകർന്നിരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ലളിതാൻറ്റി അന്നവിടെ ലളിതാൻറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലളിതാൻറ്റിയൊക്കെ വന്ന് എന്നെ ഭയങ്കരമൊക്കെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റി പ്രോഗ്രാം കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭയങ്കര ഡെസ്പായിട്ടാണ് പ്രോഗ്രാമിന് കയറുന്നത്. കയറി ആദ്യത്തെ ഐറ്റം കളിച്ചതൊന്നും എനിക്ക് നല്ല ഒരു മൂഡില്ല. രണ്ടാമത്തെ ഐറ്റം ആയപ്പോഴത്തേക്കും എനിക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരിക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നിട്ട് മാഷിനടുത്ത് പറഞ്ഞു, മാഷ് എനിക്ക് വയ്യ, വൈൻഡപ്പ് പോലെ ചെയ്യാം, പിള്ളേരെ കളിച്ചിട്ട് ലാസ്റ്റ് ഞാൻ എന്നത്തവം സേവനെ കളിച്ച് നിർത്താം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നത്തവം സേവനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുവാണ് അവിടെ. പക്ഷെ നമ്മൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഭഗവാന്റെ നടയാണല്ലോ. അപ്പം ഞാനാണെങ്കിൽ എപ്പോഴും അന്നൊക്കെ നിർമ്മാല്യം കുളിച്ചു തൊഴലും മിക്കവാറും അമ്പലത്തിൽ പോകുന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ ഈശ്വര എന്നുള്ളൊരു ഫീലിലാണ് ഞാനിങ്ങനെ ഇപ്പം ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത് ഭഗവാനെ പറ്റി തന്നെയുള്ളൊരു പാട്ടുമാണ്, എന്നെ തവം ശൈവനെ യശോദ എന്ന് പറഞ്ഞ്. അങ്ങനെ കളിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഫീൽ ചെയ്യാണ് എൻ്റെ കൂടെ ഒരു കുട്ടി കൃഷ്ണൻ. അതായത് നമ്മൾ ഈ പിന്നെ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കും അകത്ത്. അപ്പോഴത്തെ വേഷം അങ്ങനെയാണ്. ആ വേഷത്തിൽ ഉള്ള ഒരു ഭഗവാൻ എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടും അപ്പം എൻ്റെ മകനായിട്ട് എൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ കുറേ അധികം നേരം എന്നത്തവൻ സേവനെ ഞാൻ ചെയ്തു സ്റ്റേജിൽ. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത അടവുകളോ കാര്യങ്ങളോ ഒന്നും അല്ല ചെയ്യുന്നത്. ടോട്ടലി ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അന്നവിടെ സംഭവിച്ചു. അതും കഴിഞ്ഞിട്ട് ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. എൻ്റെ മാഷും എന്നെ വന്ന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ബാക്ക് സ്റ്റേജ് വന്നപ്പോൾ ഒരുപാട് പേര് വന്ന് എന്നെ ഹഗ് ചെയ്യുന്നു, അവർ കരയുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ മറ്റൊരു ട്രാൻസിലായിരുന്നു അത് കാണുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാതെ. പക്ഷെ അതിനുശേഷം അന്ന് നടന്ന ആ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് പോയി. അന്ന് ഞാൻ എന്തിനാണോ കരഞ്ഞത് പിന്നെ ആ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അപ്പൊ അതെനിക്ക് ഞാൻ ഭഗവാനെ നേരിട്ട് കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കലോത്സവത്തിൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുൻപ് കലോത്സവത്തിൽ ഞാൻ കരയുന്ന വീഡിയോ ഇടയ്ക്കിടെ എടുത്ത് കാണാറുണ്ട്. ഉണ്ടോ? ഞാനായിട്ട് കണ്ടില്ലെങ്കിലും ആരെങ്കിലും അയച്ചു തന്നു. ഞാനത് എപ്പോഴും കാണാറുണ്ട്. ഇടയ്ക്കിടെ എടുത്തെടുത്ത് കാണേണ്ട ആവശ്യമില്ല. അമ്മാവൻ കെ മധുവിനോട് സിനിമ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഓ, സിനിമയിൽ അഭിനയിക്കുന്നതിന് മുന്നേ? ഓ പിന്നെ